നമ്മുടെ രാവണപ്രഭു സിനിമയിൽ ലാലേട്ടൻ സിദ്ദിഖിനെ ഇന്റർവെല്ലിനോടടുത്ത് ഇടിച്ച് പപ്പടമാക്കിയിട്ടൊരു ഡയലോഗ് പറയുന്നുണ്ട്. ആ സീൻ ഞാനൊന്ന് കാണിക്കാം. അതിലൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ആ സീൻ ഒന്ന് കണ്ടിട്ട് എന്താണ് ആ പ്രത്യേകത എന്ന് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. അളിയാ, ഞാൻ അവരോടൊപ്പം നീ ഒരു ചായ കുടിച്ചിട്ടോ. ഓടാ, ഹാവ് എ ടീ ബ്രേക്ക്. സീനിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായോ? ഹാവ് എ ടീ ബ്രേക്ക് എന്ന് മോഹൻലാൽ പറയുമ്പോൾ ക്യാമറ നോക്കിയിട്ടാണ് പറയുന്നത്. അതായത് ഡയറക്റ്റ് ആയിട്ട് പ്രേക്ഷകരോടാണ് പറയുന്നത്, ഒരു കഥാപാത്രത്തിനോടല്ല. ഇതിനെയാണ് സിനിമയിൽ ഫോർത്ത് വാൾ ബ്രേക്കിംഗ് എന്ന് പറയുക. സാധാരണ ക്യാരക്ടേഴ്സ് മറ്റ് ക്യാരക്ടേഴ്സിനോടോ അല്ലെങ്കിൽ സ്ഥലങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ ഇവിടെ ആ സ്ക്രിപ്റ്റിൽ നിന്ന് പുറത്ത് വന്ന് ആ നായകൻ അല്ലെങ്കിൽ ആ കഥാപാത്രം ഡയറക്റ്റ് ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യാൻ ക്യാമറ നോക്കിയിട്ടാണ്. ഇതിന് ഫോർത്ത് വാൾ ബ്രേക്കിംഗ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ സിനിമ സെറ്റ് ഒരു സ്റ്റേജ് പോലെ സങ്കല്പിച്ചാൽ ലെഫ്റ്റിലും റൈറ്റിലും ബാക്കിലും ഓരോ വാൾ അല്ലെങ്കിൽ മതിലുകളുണ്ട്, 3 മതിലുകൾ. കാണികളും നായകനും അല്ലെങ്കിൽ ക്യാരക്ടറും തമ്മിൽ അദൃശ്യമായിട്ടുള്ളൊരു ഫോർത്ത് വാൾ ഉണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് ഡയറക്റ്റായിട്ട് കാണികളോട് സംവദിക്കുക എന്നുള്ള ഐഡിയ എന്നാണ് ഫോർത്ത് വാൾ ബ്രേക്കിംഗ് എന്നുള്ള ടേം. പല സിനിമകളിലും വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഫോർത്ത് വാൾ ബ്രേക്കിംഗ്. ഇപ്പോൾ നമ്മുടെ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിൽ മുകുന്ദനുണ്ണി നമ്മുടെ വിനീത് ശ്രീനിവാസൻ ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് കാണാം. അതുപോലെ ഇപ്പോൾ ഹോളിവുഡ് ഫിലിംസിലൊക്കെ വളരെ കോമൺ ആണ്. ഡെഡ് പൂളിൻ്റെ ഒരുവിധം എല്ലാ സിനിമകളിലും ഡെഡ് പൂൾ ഒരു മോണലോഗ് പോലെ ക്യാമറയെ ഫേസ് ചെയ്ത് നമ്മളെ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്തിട്ട് പറയുന്നത്. You're in a movie theater, not the off room in your mom's nursing home. ഈ ഫോർത്ത് വാൾ ബ്രേക്കിങ്ങിനെ വേറെ ലെവലിലേക്ക് ഉയർത്തിയൊരു ഡയറക്ടറാണ് KG ജോർജ്. അദ്ദേഹത്തിൻ്റെ ആദാമിൻ്റെ ഭാര്യയിൽ എന്നുള്ള സിനിമയുണ്ട്. അപ്പോൾ അതിൽ 3 സ്ത്രീ കഥാപാത്രങ്ങളാണുള്ളത്, ശ്രീവിദ്യ അടക്കം. അപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യം, ഫെമിനിസം, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു സീനുണ്ട്. ആ സീൻ എന്താണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ സ്വതന്ത്രരാവുന്നതാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾ ഓടിപ്പോകുന്നൊരു സീനാണ് ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഫോർത്ത് വാൾ ബ്രേക്കിംഗ് പ്രകാരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്യാമറ നോക്കിയിട്ട് സ്ത്രീകൾ പറഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ക്ലൈമാക്സ് സീനിൽ നമുക്ക് കാണാം KG ജോർജും ക്യാമറാമാനും ക്രൂവും ഒക്കെ നിൽക്കുമ്പോൾ അവരെ തട്ടിമറിച്ചിട്ടാണ് ഈ സ്ത്രീകൾ പുറത്തേക്ക് ഓടുന്നത്. അതായത് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സിനിമയിൽ പറയുന്നതിന് അപ്പുറത്തേക്ക് വേണമെന്ന് KG ജോർജ് പറഞ്ഞു വെക്കണം. ഒരു മാസ്റ്റർ പീസാണ് സീൻ. ചിലരിതിന് ഫിഫ്ത്ത് വാൾ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ടെക്നിക്കലി ഒരു ടേം ഇല്ല, ഫോർത്ത് വാൾ ബ്രേക്കിംഗ് തന്നെയാണ്. പക്ഷേ ഫോർത്ത് വാൾ ബ്രേക്കിങ്ങിനെ ഇത്ര ഡിഫറൻ്റ് ആയിട്ട്, അതായത് സ്ക്രിപ്റ്റിന് പുറത്തേക്കും സിനിമയ്ക്ക് പുറത്തും സമൂഹത്തിന് പുറത്തേക്കും വന്ന് അവതരിപ്പിച്ച വേറൊരു സീൻ മലയാള സിനിമയിലില്ല എന്ന് തന്നെ പറയേണ്ടി വരും. നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫോർത്ത് വാൾ ബ്രേക്കിംഗ് സീനുകൾ എവിടെയെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.